കേരളത്തിന്റെ ഗതാഗത ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് സർക്കാർ അവകാശപ്പെടുന്ന റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ്. വികസനത്തിന്റെ പേരിൽ സർക്കാർ നടത്തുന്ന അവകാശവാദങ്ങളും അതിനെതിരെ പ്രതിപക്ഷവും മെട്രോമാൻ ഇ ശ്രീധരനും ഉയർത്തുന്ന ഗൗരവകരമായ വിമർശനങ്ങളും കേരളത്തിന്റെ വരുംകാല ഗതാഗത നയങ്ങളെ സംബന്ധിച്ച് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കേരളം പോലെ ജനസാന്ദ്രതയേറിയ ഒരു സംസ്ഥാനത്ത് സുഗമവും വേഗതയേറിയതുമായ ഗതാഗത സംവിധാനം അത്യന്താപേക്ഷിതമാണ്. കേരയിൽ പദ്ധതിയുടെ പരാജയത്തിന് പിന്നാലെ സർക്കാർ മുന്നോട്ട് വെച്ച പുതിയ പദ്ധതിയാണ് RRTS. എന്നാൽ ഈ പദ്ധതിയുടെ പ്രായോഗികതയും വേഗതയും കുറിച്ച് ഗൗരവകരമായ സംശയങ്ങളാണ് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർക്കാരിന്റെ ഈ നീക്കത്തെ ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിപരമായ പിടിവാശിയാണ് ഇത്തരം പദ്ധതികൾക്ക് പിന്നിലെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന് ശേഷം ജനവിധി തേടാൻ ഒരുങ്ങുന്ന സർക്കാർ യാതൊരുവിധ ശാസ്ത്രീയ പാഠങ്ങളോ പരിശോധനകളോ നടത്താതെ വെറും ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. VD സതീശൻ ഉന്നയിക്കുന്ന ചില പ്രധാന പോയിന്റുകൾ ഇവയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ ശ്രീധരനെ കൊച്ചി മെട്രോയുടെ ചുമതലയിൽ നിന്ന് മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞ് തെരുവിൽ ബഹളം വെച്ചവരാണ് CPM-കാർ. എന്നാൽ ഇന്ന് അതേ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെ സർക്കാർ അവഗണിക്കുകയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഒരു റെയിൽ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആവശ്യമായ സാമൂഹിക ആഘാത പഠനമോ സാമ്പത്തിക പ്രായോഗികത റിപ്പോർട്ടോ ഇല്ലാതെയാണ് സർക്കാർ ഈ പുതിയ പദ്ധതിയുമായി വരുന്നത്. ഇത് വെറും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ്. അതിവേഗ റെയിൽ വരുന്നതിനോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനോ പ്രതിപക്ഷം എതിരല്ല. എന്നാൽ അത് കേന്ദ്രം കൊണ്ടുവന്നാലും സംസ്ഥാനം കൊണ്ടുവന്നാലും കൃത്യമായി പരിശോധനകൾ നടത്തി കേരളത്തിന്റെ പരിസ്ഥിതിക്കും സാമ്പത്തിക അവസ്ഥയ്ക്കും അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തണം. മെട്രോമാൻ ഇ ശ്രീധരന്റെ നിരീക്ഷണങ്ങൾ ഈ ചർച്ചകളിൽ ഏറെ നിർണായകമാണ്. സർക്കാരിന്റെ RRTS പദ്ധതി അദ്ദേഹം വിശേഷിപ്പിച്ചത് കേവലം ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനങ്ങൾ ഇവയാണ്. യഥാർത്ഥ അതിവേഗ റെയിൽവേയുടെ ശരാശരി വേഗത മണിക്കൂറിൽ 200 കിലോമീറ്ററിന് മുകളിലായിരിക്കണം. എന്നാൽ സർക്കാർ വിഭാവനം ചെയ്യുന്ന റാപ്പിഡ് റെയിലിന്റെ വേഗത മണിക്കൂറിൽ 70 മുതൽ 75 കിലോമീറ്റർ മാത്രമായിരിക്കും. ഇത്രയും കുറഞ്ഞ വേഗതയുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി വൻതുക ചിലവാക്കുന്നത് യുക്തിസഹമല്ല. സംസ്ഥാനം മുഴുവൻ RRTS നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ലെന്നും തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള ഭാഗങ്ങളിൽ മാത്രമേ ഇതിന് സാധ്യതയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഹൈസ്പീഡ് റെയിൽ എന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് ഭൂമി ഏറ്റെടുക്കൽ എന്ന കടമ മാത്രമേ ഉള്ളൂ. കേരളിന് വേണ്ടി വാശി പിടിച്ച സമയം കളയുന്നതിന് പകരം കേന്ദ്രവുമായി സഹകരിച്ച് അതിവേഗ റെയിൽ നടപ്പിലാക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. വിമർശനങ്ങൾക്കിടയിലും സർക്കാർ പദ്ധതിയുടെ വിശദമായ രൂപരേഖ പുറത്തുവിട്ടിട്ടുണ്ട്. 12 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഉടനീളം ഒരു സമ്പൂർണ്ണ റെയിൽ ശൃംഖല നിർമ്മിക്കാനാണ് ലക്ഷ്യം. അതിൽ ഒന്നാം ഘട്ടം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 284 കിലോമീറ്റർ. ഇതിനൊപ്പം തിരുവനന്തപുരം മെട്രോയും കൊച്ചി മെട്രോയും സംയോജിപ്പിക്കും. 2027 നിർമ്മാണം ആരംഭിച്ച് 2033 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. രണ്ടാം ഘട്ടം തൃശൂർ മുതൽ കോഴിക്കോട് വരെയുള്ള പാതയും കോഴിക്കോട് മെട്രോയും ഇതിന്റെ ഭാഗമാകും. മൂന്നാം ഘട്ടം കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള ഗതാഗത വികസനം. നാലാം ഘട്ടം എന്നത് കണ്ണൂർ മുതൽ കാസർഗോഡ് വരെയുള്ള അവസാന ഘട്ടം പൂർത്തിയാക്കി സമ്പൂർണ്ണ കേരള റെയിൽ ശൃംഖല യാഥാർത്ഥ്യമാക്കും. ഭാവിയിൽ ഈ പാത കോയമ്പത്തൂർ, കന്യാകുമാരി, മംഗലാപുരം എന്നിവിടങ്ങളിലേക്ക് നീട്ടാനും അയൽ സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ വികസിപ്പിക്കാനും സാധിക്കുമെന്നും സർക്കാർ അവകാശപ്പെടുന്നു. അതിവേഗ റെയിൽ എന്ന ആശയം കേരളത്തിൽ പുതിയതല്ല. 2010 VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ജപ്പാൻ വിദഗ്ധ നടത്തിയ പഠനത്തിൽ കേരളത്തിൽ അതിവേഗ റെയിൽ പ്രായോഗികമാണെന്ന് കണ്ടെത്തിയിരുന്നു. 2016 ഈ ശ്രീധരൻ തന്നെ ഇതിന്റെ വിശദമായ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാട്ടി സർക്കാർ അതിൽ നിന്ന് പിന്മാറുകയും പിന്നീട് വിവാദമായ കേരയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. കേരയിൽ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പാതി വഴിയിൽ നിലച്ചപ്പോഴാണ് ഇപ്പോൾ RRTS എന്ന പുതിയ പേരുമായി സർക്കാർ രംഗത്തെത്തുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ഉയരുന്ന ചോദ്യങ്ങളും പ്രസക്തമാണ്. കേരളിന് വേണ്ടി ചെലവാക്കിയ കോടിക്കണക്കിന് രൂപയും സമയവും പാഴായതിന് ആരാണ് ഉത്തരവാദി? ഈ ശ്രീധരൻ പറയുന്നത് പോലെ വേഗത കുറഞ്ഞ ഒരു റാപ്പിഡ് റെയിൽ പദ്ധതിയാണോ കേരളത്തിന്റെ ഭാവിക്ക് ആവശ്യം? റെയിൽവേ വികസനത്തിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിക്കുന്നതിന് പകരം പുതിയ പേരുകളിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണോ? വികസനം എന്നത് കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പരിസ്ഥിതി ആഘാതങ്ങളും സാമ്പത്തിക ശേഷിയും കണക്കിലെടുത്ത് വേണം ഏത് വൻകിട പദ്ധതിയും നടപ്പിലാക്കാൻ. ഈ ശ്രീധരനെ പോലെയുള്ള സാങ്കേതിക വിദഗ്ധരുടെ ഉപദേശങ്ങളും പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മകമായ വിമർശനങ്ങളും കണക്കിലെടുത്ത് സുതാര്യമായ രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കിയാൽ മാത്രമേ കേരളത്തിന് ഗുണകരമായ ഒരു ഗതാഗത സംവിധാനം യാഥാർത്ഥ്യമാകൂ. രാഷ്ട്രീയ വാശികൾക്കിടയിൽ വികസനം ബലിയാടാകുന്നത് സംസ്ഥാനത്തിന്റെ വളർച്ചയെ പിന്നോട്ടടിക്കാൻ മാത്രമേ ഉപകരിക്കൂ.